പ്രിയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്കൗട്ടേഴ്സ് ആൻഡ് ഗൈഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നേരിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഈ യോഗ പരിശീലനം നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയാണല്ലോ. ആയതിനാൽ ഈ വർഷവും ഓൺലൈനായി തന്നെ യോഗ പരിശീലനം നമ്മൾ നടത്തുകയാണ്. ഇതിനുവേണ്ടി നമ്മുടെ റോവർ ലീഡറായ ഡോക്ടർ വിൻസെൻ്റ് ഈ വർഷത്തെ യോഗ പരിശീലനം നിങ്ങൾക്ക് വേണ്ടി നടത്തിത്തരുന്നു. അദ്ദേഹത്തെ ജില്ലാ അസോസിയേഷനു വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അന്താരാഷ്ട്ര യോഗ ദിന ആശംസകൾ. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും മനസ്സിനും സഹായിക്കുന്ന ഒരു പരിശീലനമാണ് യോഗ. എല്ലാവരും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചിട്ടയായ ശ്വാസോച്ഛ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലിക്കണം. ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ പരിശീലനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വേദിക് യോഗയിലെ യോഗ മാസ്റ്ററായ ശ്രീനാഥ് നമ്പൂതിരിയാണ്. ശ്രീനാഥ് നമ്പൂതിരിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരത്തിൻ്റെയും യോഗാസനങ്ങളുടെയും മുന്നൊരുക്ക പരിശീലനമായ ഘടികാര വ്യായാമം പരിശീലനം ആരംഭിക്കാം. ഹാൻഡ്സ് റൊട്ടേഷൻ 1 2 3 4 5 6 7 8 9 10. Rotation opposite 10 9 8 7 6 5 4 3 2 1. Hip rotation 1 2 3 4 5 6 7 8 9 10. Rotation opposite 10 9 8 7 6 5 4 3 2 1. Relax. സൈഡ് ബെൻഡിങ്. കാലുകൾ 1 മീറ്റർ അകത്തി വയ്ക്കുക. ഇരു കൈകളും ഉയർത്തി ഷോൾഡറിന് സമാന്തരമായി വയ്ക്കുക. വശങ്ങളിലേക്ക് ബെൻഡ് ചെയ്യുക. 1 2 3 4. വേഗത്തിൽ ആവർത്തിക്കുക. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ജമ്പിങ്. കാലുകൾ ചേർത്ത് വയ്ക്കുക. 1 2 1 2 1 2 1 2 1 2 1. യോഗാസന പരിശീലനം. നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ. താടാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ മേൽപോട്ട് ഉയർത്തുക. തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക. ഇരു കൈകളും കോർത്ത് പിടിക്കുക. അതേസമയം കണങ്കാൽ ഉയർത്തുക. ആ മാതൃകയിൽ സ്ഥിതി ചെയ്യുക. ശ്രദ്ധ മുഴുവൻ ശ്വാസോച്ഛ്വാസത്തിൽ ആയിരിക്കണം. ശ്വാസഗതിയിൽ വന്ന മാറ്റങ്ങൾ, ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒലിച്ചിൽ നിരീക്ഷിക്കുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ തിരികെ കൊണ്ടുവരിക. ത്രികോണാസനം. കാലുകൾ 1 മീറ്റർ അകത്തി വയ്ക്കുക. ശ്വാസം വലിച്ചുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ ഭുജത്തിന് സമാന്തരമായി കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. ശ്രദ്ധ മുഴുവൻ ഇടതു കൈവിരലുകളിൽ ആയിരിക്കണം. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്
10 സെക്കൻഡ് ഈ അവസ്ഥയിൽ തുടരുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഷോൾഡറിന് സമാന്തരമായി ഇരു കൈകളും ഉയർത്തുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. ശ്രദ്ധയെ വലതു കൈവിരലുകളിലേക്ക് കൊണ്ടുവരിക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. 10 സെക്കൻഡ് ഈ ആസനത്തിൽ തുടരുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും ഷോൾഡറിന് സമാന്തരമായി കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും കാലുകളും ചേർത്ത് വെച്ച് വിശ്രമസ്ഥിതിയിലേക്ക് വരിക. പാദഹസ്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തി പാദത്തിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ടുയർത്തുക. വശങ്ങളിലൂടെ ശരീരം വലിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം മുൻപോട്ട് വളയുക. കൈപ്പത്തി പാദത്തിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. ഈ മാതൃകയിൽ സ്ഥിതി ചെയ്യുക 10 സെക്കൻഡ്. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ടുയർത്തുക. 180 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക. സാവധാനം ശ്വാസം വലിച്ചുകൊണ്ട് ശരീരം വലിച്ചു പിടിക്കുക. മേൽപോട്ട് ഉച്ഛ്വസിച്ചുകൊണ്ട് ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. വശങ്ങളിലൂടെ സാവധാനം തിരികെ കൊണ്ടുവരിക. അർദ്ധ ചക്രാസനം. കൈപ്പത്തി പാദത്തിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. കാലുകൾ അല്പം അകത്തി വയ്ക്കുക. കൈപ്പത്തി അരക്കെട്ടിൻ്റെ ഭാഗത്തായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം പിറകോട്ട് വളയുക. കഴുത്തിന് അനുഭവപ്പെടുന്ന സ്ട്രെച്ച് നിരീക്ഷിക്കുക. നെഞ്ചിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്ന വികാസം നിരീക്ഷിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരിക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് മെല്ലെ തിരികെ വരിക. പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. വൃക്ഷാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. വലത് കാൽ മടക്കി ഇടത് തുടയുടെ വശങ്ങളിലായി വയ്ക്കുക. ശ്രദ്ധയെ മുൻവശത്തുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സാവധാനം ഇരു കൈകളും മേൽപോട്ടുയർത്തുക. വശങ്ങളിലൂടെ ഇരു കൈകളും മേൽപോട്ടുയർത്തി കൈപ്പത്തി ചേർത്ത് പിടിക്കുക. ശ്രദ്ധയെ മുൻവശത്തുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസമായിരിക്കണം. 10 സെക്കൻഡ് ഈ മാതൃകയിൽ തുടരുക. ശേഷം സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. സാവധാനം വലതുകാൽ തിരികെ കൊണ്ടുവരിക. ഇതേ പരിശീലനം എതിർവശത്തും ആവർത്തിക്കുക. ഇടതുകാൽ മടക്കി വലതു തുടയുടെ വശങ്ങളിലായി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ടുയർത്തുക. തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കൈപ്പത്തി ചേർത്ത് വയ്ക്കുക. ശ്രദ്ധയെ മുൻവശത്തുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസമാണ് ചെയ്യേണ്ടത് ഈ അവസ്ഥയിൽ. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട്
ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. കാലുകൾ തിരികെ കൊണ്ടുവരിക. വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. ഇരുന്നു കൊണ്ടുള്ള ആസന പരിശീലനങ്ങൾ. ബന്ധ കോണാസനം. കാൽപാദം ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും കോർത്ത് പിടിച്ച് കാൽവെല്ലുകൾ പിടിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ മുൻപോട്ട് വളയുക. നെറ്റി കാൽവെല്ലുകൾ തൊടുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് സ്ഥിതി ചെയ്യുക. പെൽവിക് റീജിയനിലും ബാക്ക് മസിലുകളിലും ഒക്കെ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസമാണ് ഈ അവസ്ഥയിൽ അനുവർത്തിക്കേണ്ടത്. ദീർഘമായ ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ബന്ധ പർവ്വതാസനം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ട് ഉയർത്തുക. കൈപ്പത്തി ചേർത്ത് വയ്ക്കുക. ശരീരം മുകളിലേക്ക് വലിച്ചു പിടിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. പശ്ചിമോത്ഥാനാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തി ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ട് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മെല്ലെ മുൻപോട്ട് വരിക. നെറ്റി മുട്ടിൽ തൊടിയിക്കുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന വലിച്ചിൽ നിരീക്ഷിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മേൽപോട്ട് ഉയർത്തുക. കൈകൾ മേൽപോട്ട് വലിച്ചു പിടിക്കുക. ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും തിരികെ വരിക. ഉഷ്ട്രാസനം. വജ്രാസനത്തിലേക്ക് വരിക. കാൽമുട്ടിൽ എഴുന്നേൽക്കുക. കൈപ്പത്തി അരക്കെട്ടിൻ്റെ ഭാഗത്തായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മെല്ലെ പിറകോട്ട് വളയുക. ഇരു കൈകൾ കൊണ്ടും ഉപ്പൂറ്റിയിൽ പിടിക്കുക. കഴിയുന്നത്ര പിറകോട്ട് വളയുക. ഉപ്പൂറ്റിയിൽ കൈപ്പത്തി വയ്ക്കുക. ഈ മാതൃകയിൽ സ്ഥിതി ചെയ്യുക 10 സെക്കൻഡ്. സാധാരണ ശ്വാസോച്ഛ്വാസമായിരിക്കണം. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. സാവധാനം തിരികെ വരിക. ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. പൂർവ്വ സ്ഥിതിയിലേക്ക് വരിക. വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസന പരിശീലനം. ഭുജംഗാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തി നെഞ്ചിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മേൽപോട്ട് ഉയർത്തുക. കഴുത്ത് മെല്ലെ പിറകോട്ട് വളയ്ക്കുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാധാരണ ശ്വാസോച്ഛ്വാസമായിരിക്കണം ഈ മാതൃകയിൽ അനുഷ്ഠിക്കേണ്ടത്. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. 10 സെക്കൻഡ് ഈ മാതൃകയിൽ തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ വരിക. ശലഭാസനം. അർദ്ധ ശലഭാസനം. കൈപ്പത്തി തുടയുടെ അടിയിലായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ മേൽപോട്ട് ഉയർത്തുക. കഴിയുന്നത്ര ഉയർത്തുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക.
വലതുകാലിലും അരക്കെട്ടിലും നട്ടെല്ലിൻ്റെ ഭാഗത്തും അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. 10 സെക്കൻഡ് ഈ മാതൃകയിൽ തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് ഇട്ടുകൊണ്ട് വലതുകാൽ തിരികെ കൊണ്ടുവരിക. ശേഷം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ മേൽപോട്ട് ഉയർത്തുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ 10 സെക്കൻഡ് തുടരുക. ഇടതുകാലിലും അരക്കെട്ടിൻ്റെ ഭാഗത്തും അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ വരിക. വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. റിലാക്സ് യുവർ ഹോൾ ബോഡി. മലർന്ന് കിടന്നുകൊണ്ടുള്ള യോഗാസന പരിശീലനങ്ങൾ. മേരുദണ്ഡാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തി ശരീരത്തിന് ഇരുവശങ്ങളിലായിട്ട് വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും മേൽപോട്ട് ഉയർത്തുക. 90 ഡിഗ്രി വരെ. കാൽവെല്ലുകൾ വലിഞ്ഞിരിക്കണം. ഈ മാതൃകയിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് 10 സെക്കൻഡ് തുടരുക. അരക്കെട്ടിൻ്റെ ഭാഗത്ത് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഈ മാതൃകയിൽ 10 സെക്കൻഡ് തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും തിരികെ കൊണ്ടുവരിക. പവന മുക്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും 90 ഡിഗ്രി വരെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും മടക്കി നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ഉയർത്തി കോർത്ത് പിടിച്ച് തല ഉയർത്തി കാൽമുട്ടുകൾക്കിടയിലായി വയ്ക്കുക. പവനമുക്താസനത്തിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് 10 സെക്കൻഡ് തുടരുക. ഉദരഭാഗത്ത് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ശേഷം ഇരു കൈകളും തിരികെ കൊണ്ടുവരിക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും 90 ഡിഗ്രിയിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും തിരികെ കൊണ്ടുവരിക. വിശ്രമ സ്ഥിതിയിലേക്ക് വരിക. സേതു ബന്ധാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. 2 കാലുകളും മടക്കി വയ്ക്കുക. കാൽപാദം അല്പം അകത്തി വയ്ക്കുക. ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗം മെല്ലെ മേൽപോട്ട് ഉയർത്തുക. കഴിയുന്നത്ര ഉയർത്തുക. ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഈ മാതൃകയിൽ തുടരുക. 10 സെക്കൻഡ് ഈ മാതൃകയിൽ തുടരുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ വരിക. ശവാസനത്തിലേക്ക് വരിക. കാലുകൾ അകത്തി വയ്ക്കുക. ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലായി വയ്ക്കുക. ശരീരത്തെ പൂർണ്ണമായും തറയിൽ തളർത്തിയിടുക. പൂർണ്ണ വിശ്രാന്തിയിലേക്ക് വരിക. കാൽവിരലുകൾ മുതൽ തലവരെയുള്ള ഓരോ ഭാഗങ്ങളും അയഞ്ഞ് തറയോട് ചേർന്ന് കിടക്കട്ടെ. പൂർണ്ണമായ വിശ്രാന്തിയിലേക്ക് വരിക. ഈ മാതൃകയിൽ സാധാരണ ശ്വാസോച്ഛ്വാസമായിരിക്കണം. മുഖധൗതി പ്രാണായാമ. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 2 മൂക്കിലൂടെയും ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എൻ്റെ കൗണ്ടിങ്ങിന് അനുസൃതമായി 10 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4 5 6 7 8 9 10. 3 സെക്കൻഡ് ശ്വാസത്തെ ഉള്ളിൽ ബന്ധിച്ച് നിർത്തുക. ഹോൾഡ് ചെയ്ത് നിർത്തുക. 1 2 3. ദെൻ വായ ഒരു പൈപ്പ് പോലെയാക്കി പുറത്തേക്ക് വിടുക.